രേഖപ്പെടുത്തൂല. ഈ 3 സമയത്തല്ലാത്ത വേറെ ഏത് സമയത്തും മനുഷ്യ നീ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്നു. എന്തിനത് ചെയ്തു, എന്തിന് ചെയ്തില്ല എന്ന ചോദ്യം നിന്നെ കാത്തിരിക്കുന്നു. നീ എന്തിനങ്ങോട്ട് നോക്കി, അതൊരു ചോദ്യ. നീ എന്തുകൊണ്ട് നോക്കിയില്ല, അതൊരു ചോദ്യ. നീ എന്തിനത് കേട്ടു, അതൊരു ചോദ്യമാണ്. നീ എന്തുകൊണ്ട് കേട്ടില്ല, അതൊരു ചോദ്യ. എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഭാര്യയോട് ചോദിച്ചു, എടി ഭക്ഷണം വല്ലതും വാങ്ങേണ്ടതുണ്ടോ? ഭാര്യ പറഞ്ഞു, ഇല്ല, എല്ലാം ഉണ്ട്, അരിയും കറി വെക്കാനുള്ള സാധനമൊക്കെ റെഡിയാ. നാളേക്ക് വല്ലതും വേണ്ട, ഒരാഴ്ചത്തേക്കുള്ള സാധനം മുഴുവനും വീട്ടിൽ റെഡിയാണ്. അൽഹംദുലില്ലാ. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങി. അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ ഒരാളിങ്ങനെ വന്നിന്റെ കാലും അങ്ങനെ തോണ്ടി. സാർ, ഞാൻ അയാളെ മുഖത്തേക്ക് നോക്കി. ഒരു മനുഷ്യജീവി, കൈകാലുകളൊക്കെ വള്ളികൾ പോലെ. അയാൾ പറഞ്ഞു, സാർ വിശക്കുന്നു, വല്ലതും തരണം. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. വിശപ്പിന്റെ ദൈന്യത അയാളുടെ കണ്ണുകളിലുണ്ട്. ഞാൻ എൻ്റെ പോക്കറ്റിൽ തപ്പി. ഏറ്റവും ചെറിയ ചില്ലറ പൈസ 50 പൈസ ഇല്ല, 1 ഉറുപ്പില്ല, 2 ഉറുപ്പില്ല, പിന്നെയുള്ള 5 ഉറുപ്പിയാണ്. അത് അയാൾക്ക് കൊടുത്താൽ മുതലാവില്ല. ഞാൻ പറഞ്ഞു, ചില്ലറല്ല. ഞാൻ മുന്നോട്ട് നീങ്ങി. ആ മനുഷ്യൻ അയാളെ വഴിക്ക് പോയി. സത്യത്തിലേ അത് അള്ളാന്റെ ഒരു പരീക്ഷ. ഒരാഴ്ച തിന്നാനുള്ള വക എന്റെ വീട്ടിൽ എനിക്ക് വേണ്ടി ഒരുക്കി തന്ന തമ്പുരാൻ വിശക്കുന്ന വയറുമായിട്ട് ഒരുത്തനെ എന്റെ മുമ്പിലേക്ക് പറഞ്ഞയച്ചു. ഒരു ചോദ്യമായിട്ട് ഞാൻ ആ മനുഷ്യന്റെ വിശപ്പ് കണ്ടറിഞ്ഞോ, അതല്ല ഞാൻ അയാളെ അവഗണിച്ചോ? ഞാൻ അയാളുടെ വിശപ്പിന് പരിഹാരം കണ്ടുവെങ്കിൽ എനിക്ക് സ്വർഗം ലഭിക്കുമായിരുന്നു. ഞാൻ അയാളുടെ വിശപ്പിനെ അവഗണിച്ചതിനാൽ ഞാൻ നരകത്തിലേക്ക് ഒരടി അടുത്തു. ഞാൻ മുന്നോട്ട് നീങ്ങി. വെറുതെ അങ്ങനെ നിന്നപ്പോ എനിക്ക് തോന്നി ഒരു സിഗരറ്റ് വലിക്കണം. ഞാൻ എൻ്റെ കീശയിലെ 5 രൂപ നാണയം തപ്പിയെടുത്ത് കടക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു സിഗരറ്റ്. അത് ചുണ്ടത്ത് വെച്ചു. ഞാൻ പുകച്ചു. സിഗരറ്റ് വലിക്കുന്ന എനിക്കറിയാം ഇത് നല്ലതല്ല. ഈ സിഗരറ്റിൽ കൂടി ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത് നിക്കോട്ടിനും ടാറും കാർബൺ മോണോക്സൈഡും അടക്കം മാരകമായ വിഷപദാർത്ഥങ്ങളാണ്. ഈ സിഗരറ്റ് കൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തിന് സ്വന്തമാക്കി കൊടുക്കുന്നത് വൈദ്യശാസ്ത്രത്തിന് കീഴ്പ്പെടാത്ത എൻ്റെ ജീവിതവും എൻ്റെ കുടുംബത്തിന്റെ ജീവിതവും തകർത്ത് കളയുന്ന ക്യാൻസർ പോലെയുള്ള മാരക രോഗമാണ്. ഈ സിഗരറ്റ് കൊണ്ട് ഞാൻ എൻ്റെ മനോഹരമായ ചുണ്ടുകളെ വൃത്തികെട്ടതാക്കുന്നു. ഈ സിഗരറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വായക്ക് നൽകുന്ന ദുർഗന്ധം സഹിക്കുവാൻ കഴിയാതെ എൻ്റെ ഭാര്യ പോലും മുഖം തിരിക്കാറുണ്ട്. ഈ സിഗരറ്റ് വലിച്ച് ഞാൻ ഊതുമ്പോൾ എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് കൂടി ഞാൻ വിഷപദാർത്ഥങ്ങൾ സമ്മാനിക്കാറുണ്ട്. ഈ സിഗരറ്റ് വലിക്കുന്ന ഞാൻ എൻ്റെ കുട്ടിക്കൊരു ഉമ്മ കൊടുക്കുമ്പോൾ ഞാൻ അവന് കൈമാറുന്നത് മാരകമായ രോഗാണുക്കളെയാണ്. എൻ്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കേണ്ട പണമാണ് ഞാൻ ഈ പുകച്ചു കളയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയാത്ത ഏതെങ്കിലും പുകവലിക്കാരൻ ദുന്യാവിലുണ്ടോ? ഈ പുകവലി കൊണ്ട് എൻ്റെ ആരോഗ്യം കൂടുന്നുണ്ട്, ഈ പുകവലി കൊണ്ട് എൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാവുന്നുണ്ട് എന്ന ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഒരു വലിച്ചോളി. ഇല്ലെങ്കിൽ തെറ്റന്നെയാ. എൻ്റെ കീശയിൽ അള്ളാഹു തന്ന പണം എൻ്റെ ശരീരത്തിനും കുടുംബത്തിനും ദോഷം ചെയ്യുന്ന ഒരു ഏർപ്പാടിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുമ്പോൾ അള്ളാഹുവിന്റെ 2ാമത്തെ പരീക്ഷയിൽ ഞാൻ പരാജയപ്പെടുകയാണ്. ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. ഒരു പെണ്ണിങ്ങനെ വരുന്നുണ്ട് എൻ്റെ മുന്നിൽ കൂടെ. ഒരു പെണ്ണ് എന്ന് പറഞ്ഞ ഒരു 1.5 പെണ്ണുണ്ട്. ആര് കണ്ടാലും ഒന്ന് നോക്കും, ഒന്ന് നോക്കിയാൽ പിന്നെ നോക്കും. ആ കോലത്തിൽ അവളെ വരവ്. ഞാൻ ഒന്ന് നോക്കി. 2ാമതും എൻ്റെ കണ്ണിനെ ആ ശരീരം ആകർഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു വെളിപാടുണ്ടായി. എൻ്റെ കണ്ണിന് കാഴ്ച തന്ന പടച്ചതമ്പുരാൻ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു രൂപമാണല്ലോ ആ വരുന്നത്. ഞാൻ ആ രൂപത്തിലേക്ക് നോക്കുകയില്ല എന്ന് വാശിയോടുകൂടി ഞാൻ എൻ്റെ കണ്ണുകളെ പിൻവലിച്ചാൽ അള്ളാഹുവിന്റെ പരീക്ഷയിൽ ഞാൻ ജയിക്കുകയാണ്. അതല്ല, അള്ളാഹു തആല വിരോധിച്ച ആ രൂപത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ കണ്ണുകളെ പറഞ്ഞയച്ചാൽ അള്ളാഹുവിന്റെ ഒരു പരീക്ഷയിൽ കൂടി ഞാൻ പരാജയപ്പെടുകയാണ്. അപ്പേ പരീക്ഷണം എന്ന് പറഞ്ഞാല് കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും യുദ്ധമാണെന്ന് വിചാരിച്ചണ്ട. ജീവിതത്തിൽ നടക്കുന്നതൊക്കെ പരീക്ഷണ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലികുല്ലി ഉമ്മത്തിൻ ഫിത്നത്തുൻ, എല്ലാ ഉമ്മത്തിനും അല്ലാഹു തആല പരീക്ഷണം നിശ്ചയിച്ചിട്ടുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ,
എന്റെ സമുദായത്തിന് അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണം എന്താ നിങ്ങള്? പൈസയാണ്. പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പൈസ അങ്ങോട്ട് കൊടുത്ത് പച്ചരി വാങ്ങാൻ ഗതി കിട്ടാൻ വേണ്ടി പണിക്ക് പോയോന് ബസുമതി അരി വാങ്ങാനുള്ള പൈസ കൊടുത്തേ. ഒരു കൂര വാങ്ങാൻ ഗതി ഉണ്ടാവാൻ വേണ്ടി ഗൾഫിൽ പോയോന് കോൺക്രീറ്റ് മന്ദിരം ഉണ്ടാക്കാനുള്ള പൈസ കൊടുത്തേ. ഒരു സൈക്കിൾ വാങ്ങാൻ ഗതിയില്ലാത്തവൻ കാറില പോയത്. ആണ് കൊടുത്തു പൈസ. ആരാ കൊടുത്തേ? പടച്ചോൻ തന്നെ കൊടുത്ത്. നമ്മളാരും ഉണ്ടാക്കിയിട്ടില്ല, പടച്ചോൻ കൊടുത്തതാ. എന്തിനാ കൊടുത്തത്? വെറുതെ അല്ല, ലിയബ്ലുവക്കും ബീമാ ആതാക്കും, നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി. പൈസ സഹോദര, കാസർഗോഡൊക്കെ വന്ന് പറയുമ്പോ പറയാതിരിക്കുന്നതല്ല, പൈസ വല്ലാത്തൊരു ഇടങ്ങേറാട്ടോ. പണമുള്ളവർക്ക് മാത്രം സ്ഥാനമുള്ള ഒരു ലോകത്താ നമ്മൾ ജീവിക്കണേ. പണമില്ലാത്തവന് പുൽക്കൊടിയുടെ വില പോലുമില്ല. എന്നാൽ പണമില്ലാത്തവർക്ക് സന്തോഷിക്കാം. ഏത് വകയില്? നമ്മളെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പണമില്ലാത്തവനായിരുന്നു. മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം കുടുംബത്തിൽ ഭക്ഷണത്തിന് ഗതിയില്ലാതെ വന്നപ്പോ സ്വന്തം പടയങ്കി പണയം വെച്ച് അതുകൊണ്ട് കിട്ടിയ ഇടങ്ങഴി ഗോതമ്പ് കൊണ്ട് പ്രവാചകന്റെ കുടുംബം ജീവൻ നിലനിർത്തിയത്. അല്ലേ? ഖന്തഖ് യുദ്ധം നടക്കുക, കിടങ്ങിങ്ങനെ കീറുക, മദീനക്ക് ചുറ്റും ശത്രുക്കളെ തടയാൻ വേണ്ടി. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് നേരെ നിൽക്കാൻ കഴിയാതെ വന്നപ്പോ സഹാബികൾ വയറ്റത്ത് ഇങ്ങനെ കല്ല് വെച്ച് കെട്ടി നേരെ നിൽക്കാനേ. സഹിക്കാൻ വയ്യാതെ ആയപ്പോ അവര് അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു. റസൂലേ, ഞങ്ങളുടെ വയറ്റത്തേക്ക് നോക്കി കല്ല് കെട്ടിവെച്ചാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്, വിശപ്പ് കൊണ്ട് റസൂലേ. അള്ളാഹുവിന്റെ റസൂല് തന്റെ കുപ്പായം ഉയർത്തി കാണിച്ചു. പ്രവാചകന്റെ പ്രിയപ്പെട്ട ശരീരത്തിൽ 2 കല്ലുകൾ. ഒരു കല്ലുകൊണ്ട് നിൽക്കായിട്ട് മറ്റൊരു കല്ലും കൂടി കെട്ടിയാണ് ആ പ്രവാചകൻ പണിയെടുക്കുന്നത്. തന്റെ വിശപ്പ് ഒരാളോട് പറഞ്ഞിട്ടില്ല. നട്ടപ്പാതിരക്ക് പ്രവാചകൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക ഒരു വഴിക്ക്. അപ്പണ്ട് മുന്നിൽ കൂടെ 2 ആളിങ്ങനെ വരുന്നു. ആരാ? അബൂബക്കറും ഉമറും. റസൂൽ സലാം പറഞ്ഞു ചോദിച്ചു, അല്ല അബൂബക്കറെ, ഉമറെ, എന്താ ഈ പാതിരക്ക്? മറുപടി എന്താ? കൊളസ്ട്രോൾ കൂടിയിട്ട് നടക്കാൻ ഇറങ്ങിയതാന്നാ പറഞ്ഞേ. അല്ല റസൂലെ, വിശപ്പ് കൊണ്ട് കിടക്കാൻ കഴിയുന്നില്ല, വയറിന്റെ ഉള്ളിലാകെ പുകയ, മക്കളുടെ കരച്ചിലും ഞരക്കങ്ങളും കേട്ടിട്ട് കിടക്കാൻ കഴിയുന്നില്ല റസൂലെ, അതുകൊണ്ട് വീട്ടിൽ നിന്നിട്ട് ഇറങ്ങിയതാ, കുറച്ചേരം ഒറ്റക്ക് നടക്കാലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളെ 2 ആളെയും എന്താണോ ഈ നേരത്ത് പുറത്തിറക്കിയത് ആ കാരണം കൊണ്ട് തന്നെയാണ് ഞാനും പുറത്തിറങ്ങിയത്, വിശന്നിട്ടേ. അള്ളാഹിന്റെ റസൂല്, നമ്മുടെയൊക്കെ കാലത്താണ് റസൂല് ജീവിച്ചതെങ്കിൽ ഒരു വില ഉണ്ടാവില്ല. ഇപ്പൊ 10 റുപ്യ ഉള്ളവനാ വില, പൈസ ഉണ്ടോ ഓ എല്ലാത്തിൻ്റെയും മേലെയാ. പണമില്ലാത്തവന് ഒരു സ്ഥാനമില്ല, പൈസ ഉള്ളോ ഓനാണൊക്കെ. ഓരെന്ത് പറയുന്നത് അതാണ് ദീന്, ഓരെന്താ പറയുന്നത് അതാണ് നിയമം, ഓരെന്താ തീരുമാനിക്കുന്നത് അതാ തീരുമാനം. പണമില്ലാത്തവന് വിലയില്ല. പക്ഷേ പാവപ്പെട്ടവര് സന്തോഷിക്കാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പണക്കാരൻ സ്വർഗത്തിൽ പോകുന്നതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ടവൻ സ്വർഗത്തിലെത്തും. എന്താ പറഞ്ഞേ? പണക്കാരൻ സ്വർഗത്തിൽ പോകുന്നതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ടവൻ സ്വർഗത്തിലെത്തും. എന്തേത്? പൈസക്കാരനെ തീർക്കാനുള്ള കണക്ക് കുറച്ചൊന്നല്ല, ഒരുപാട് കണക്ക് പറയും. പാവപ്പെട്ടവൻ എന്താണ് ശനിയാഴ്ച രാത്രി എന്താ ചോറുന്നാഞ്ഞ്? പടച്ചോനെ പൈസ അല്ല ഇനി, എന്നിട്ട് എന്താ കാട്ടിയേ? ചോറ് തിന്നില്ല. ഓഹന്റെ ആ കണക്ക് കഴിഞ്ഞു ആ ദിവസത്തെ. പൈസ ഉള്ളോനോ എവിടുന്നാണ് 1000 റുപ്യ കിട്ടിയത്? 500 ഇവിടുന്ന്, 100 അവിടുന്ന്, 50 അവിടുന്ന്, 10 ഇവിടുന്ന്. അതൊക്കെ ഹലാലാണോ? ഒക്കെ വന്ന വഴി ശരിയാണോ? അതെങ്ങനെയൊക്കെയാ ചെലവാക്കിയത്? കുറച്ച് തീർക്കാണ്ടാവും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിമാരിൽപ്പെട്ട പ്രഗത്ഭനായ സ്വഹാബി, സ്വർഗം ലഭിക്കുമെന്ന് പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിച്ച 10 സഹാബികളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഫിൽ ജന്ന. ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കോടീശ്വരനായിരുന്നു. ഒരിക്കൽ പ്രവാചകന്റെ മരണശേഷം ആയിഷ ബീവി അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ കണ്ടപ്പോ പറഞ്ഞു, അബ്ദുറഹ്മാൻ, താങ്കളെ കുറിച്ച് റസൂൽ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ്? റസൂൽ പറഞ്ഞു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എഴഞ്ഞുകൊണ്ടാണ് സ്വർഗത്ത് പോവുക, നടന്ന് പോകാൻ കഴിയില്ല, എഴഞ്ഞുകൊണ്ടാ പോവുക. എന്താ കുഴപ്പം? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പണക്കാരനായിരുന്നു, കണക്കുകൾ തീർക്കാൻ. അതുകൊണ്ട് സഹോദര, റസൂൽ പറഞ്ഞു, ഫിത്നത്തു ഉമ്മത്തി അൽമാൽ. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് സ്വർഗവും നരകവും കാണിച്ചു തന്നു.
എനിക്ക് അല്ലാഹു സ്വർഗവും നരകവും കാണിച്ചു തന്നു. ഇത്തലഅതു ഇലൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കി. വറഅയ്തു അക്സറു അഹ്ലുഹാ അൽ ഫുഖറാ, ആ സ്വർഗത്തിൽ തോന ആൾക്കാർ ഞാൻ കണ്ടത് ഈ ലോകത്ത് ജീവിക്കാൻ ഗതിയില്ലാതെ നടന്ന സാധുക്കളെയാണ്. നല്ല പൈസ ഉള്ള കുപ്പായ കെട്ടിങ്ങനെ വടി പോലെ നടന്ന ആൾക്കാരെ കണ്ടില്ല, സാധു മനുഷ്യന്മാരെ തോന കണ്ടത്. ഇത്തലഅതു ഇലന്നാർ, ഞാൻ നരകത്തിലേക്കൊന്ന് എത്തി നോക്കി.